Celebrating 50 years. Majestic Jewelers. കോഴിക്കോടിന്റെ മൊഞ്ചു പകർത്തിയത് തിരുനാവായക്കാരന്റെ കൈപ്പട. നമ്മുടെ കോഴിക്കോട് എന്ന പേരിന് ടൈപ്പോഗ്രാഫി ചെയ്തത് തിരുനാവായ കൊടക്കൽ സ്വദേശി ഫാസിലാണ്. ഇൻസ്റ്റാഗ്രാം പേജിൽ ഫാസിലിന്റെ ടൈപ്പോഗ്രാഫി കണ്ട് കോഴിക്കോട് ജില്ലാ ഭരണകൂടം ഫാസിലിനെ ബന്ധപ്പെടുകയായിരുന്നു. അടുത്തിടെയാണ് കോഴിക്കോട് കടപ്പുറം നവീകരിച്ച് മൊഞ്ചു കൂട്ടിയത്. നമ്മുടെ കോഴിക്കോട് എന്ന പേര് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ആകർഷണീയതയും. സുന്ദരമായ ടൈപ്പോഗ്രാഫിയിൽ നമ്മുടെ കോഴിക്കോട് എന്ന അക്ഷരങ്ങൾ തിളങ്ങി നിൽക്കുമ്പോൾ ആരും അറിഞ്ഞില്ല അത് ചെയ്തത് മലപ്പുറം തിരുനാവായ സ്വദേശിയാണെന്ന്. തിരുനാവായ കൊടക്കൽ സ്വദേശി ഫാസിലാണ് ടൈപ്പോഗ്രാഫിയിൽ നമ്മുടെ കോഴിക്കോടിന് രൂപം നൽകിയത്. തൊപ്പിക്കാരൻ എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫാസിലിന്റെ പേജുണ്ട്. ബീച്ചിന് വ്യത്യസ്തമായ രീതിയിൽ പേര് ഡിസൈൻ ചെയ്യാൻ ആലോചിച്ചു നടന്ന കോഴിക്കോട് ജില്ലാ ഭരണകൂടം അവിചാരിതമായാണ് ഫാസിലിന്റെ പേജ് കണ്ടത്. ഫാസിലിന്റെ ടൈപ്പോഗ്രാഫി ഇഷ്ടമായ ജില്ലാ ഭരണകൂടം ഫാസിലിനെ ബന്ധപ്പെട്ടു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. നമ്മുടെ കോഴിക്കോട് എന്നുള്ള പേരിൽ കോഴിക്കോട് ഭരണകൂടത്തിന് കീഴിൽ ഒരു ആപ്പ് നിർമ്മാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇതിനു വേണ്ടി ഒരു പുതിയ ലോഗോ അന്വേഷിക്കുന്ന അടിസ്ഥാനത്തിലാണ് ഒരു ടൈപ്പോഗ്രാഫിക് സ്റ്റൈലാക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ എൻ്റെ ഒരു പേജ് കണ്ട സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു ലോഗോ ചെയ്യണം, കോഴിക്കോട് കളക്ടറിന് കീഴിലുള്ള ആപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓക്കെ പറഞ്ഞു, ചെയ്തു കൊടുത്തു. അത് അവർക്ക് ഇഷ്ടമായി. അതങ്ങനെ അവരത് ഫൈനലാക്കി. അങ്ങനെയാണ് നമ്മുടെ കോഴിക്കോട് എന്നുള്ള ഒരു പേര് ആ ഒരു ആപ്പിന് വന്നിട്ടുള്ളത്. പിന്നെ അത് കോഴിക്കോട് കടപ്പുറത്ത് വെച്ചപ്പോൾ ആണ് ആളുകൾ കൂടുതൽ കണ്ടതും അറിഞ്ഞതല്ല. ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്, ജനങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗം? ഈ ആപ്പ് എന്താ വെച്ചാൽ കോഴിക്കോട് ഭരണപ്രദേശത്തിന് ഉള്ളിൽ അവർക്കുള്ള പ്രശ്ന പരിഹാരത്തിനൊക്കെയുള്ള ഒരു ആപ്പാണ്. അതിലെന്തെങ്കിലും നാട്ടിൽ പ്രാദേശികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള പ്രതിവിധികളും കാര്യങ്ങളും, അല്ലെങ്കിൽ നേരിട്ട് നമുക്കിപ്പോൾ ഒരു ഓൺലൈൻ ആണല്ലോ പ്ലാറ്റ്ഫോമുകളെല്ലാം, നേരിട്ട് പോയിട്ട് കളക്ടറിനോട് ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആപ്പ് വഴി നമുക്ക് ബന്ധപ്പെടാനും നമുക്കതിനുള്ള ആപ്ലിക്കേഷൻ തേടാനുള്ള ഒരു സംവിധാനമാണ് ഈ ആപ്പ് വഴി കണക്കാക്കുന്നത്. സ്വന്തം പരിശ്രമം കൊണ്ടാണ് ഫാസിൽ ടൈപ്പോഗ്രാഫി സ്വായത്തമാക്കിയത്. അറബിക് കാലിഗ്രാഫി ആയിരുന്നു ഫാസിലിന്റെ മേഖല. ടൈപ്പോഗ്രാഫിയിൽ ആകൃഷ്ടനായ ഫാസിൽ കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലം മുതലാണ് ടൈപ്പോഗ്രാഫി പരിശീലിക്കാൻ തുടങ്ങിയത്. ആദ്യം പേപ്പറിൽ എഴുതി, പിന്നീട് യൂട്യൂബ് അടക്കമുള്ള വീഡിയോകളുടെ സഹായത്തോടെ പരിശീലിച്ചു. ജനങ്ങളുടെ ട്രെൻഡിനും ഇഷ്ടങ്ങൾക്കും ഒപ്പം നടക്കാനാണ് താല്പര്യമെന്ന് ഫാസിൽ പറഞ്ഞു. ഇതിനു മുമ്പ് ഇത്ര ഒരു ഇതിലേക്ക് എത്തുന്ന ഒരു സംഭവം ചെയ്തിട്ടില്ല. ഇതിന് ശേഷം അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനു മുമ്പ് ചെറിയ രീതിയിലുള്ള സോങ് ടൈറ്റിലുകൾ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ ഒക്കെ ടൈറ്റിലുകൾ, കാരണം ഇപ്പോൾ ആളുകൾക്ക് സാധാ മലയാളം ഫോണ്ടുകളേക്കാൾ ആകർഷണീയമായിട്ട് തോന്നുന്നത് ഈ ടൈറ്റിലുകളോടാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ജനങ്ങൾക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. എങ്ങനെ തോന്നുന്നു ഇങ്ങനൊരു കോഴിക്കോട് പോലത്തെ ഒരു ജില്ലേൻ്റെ ഒരു ആപ്പ്? നല്ല സന്തോഷം തോന്നുന്നുണ്ട്. കാരണം കോഴിക്കോട് നിന്ന് നേരിട്ട് അങ്ങനെ ബന്ധപ്പെട്ടത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായി. മാത്രമല്ല ഈ സംഭവം കണ്ടതിന് ശേഷം ധാരാളം കോളുകളും ധാരാളം മീഡിയക്കാർ അല്ലെങ്കിൽ ധാരാളം നേതാക്കന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ ഗതാഗത മന്ത്രി റിയാസ് നേരിട്ട് വിളിച്ചു. അതന്നെ വലിയ സന്തോഷമാണ്. അങ്ങനെ ധാരാളമായിട്ട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഞാൻ കഴിഞ്ഞ ലോക്ക്ഡൗണിലാണ് ഈ സംഭവം തുടങ്ങിയിട്ടുള്ളത്. ഡിസൈനിങ് തുടങ്ങിയത് കഴിഞ്ഞ ലോക്ക്ഡൗണിലാണ്. അപ്പോൾ സെൽഫ് ടോട്ടായിട്ട് സ്വന്തമായിട്ടും പിന്നെ പലരോടും ചോദിച്ചിട്ടും യൂട്യൂബ് വഴിയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. തിരുനാവായ്ക്കടുത്ത് കൊടക്കൽ സ്വദേശി സൂർപ്പിൽ മുസ്തഫ ഫസീല ദമ്പതികളുടെ മകനാണ് ഫാസിൽ മുക്തർ. കുളത്തൂർ ഇർഷാദിയയിൽ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. അറബിക് കാലിഗ്രാഫിയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഫാസിലിന് സ്വന്തമായി കമ്പ്യൂട്ടർ ഫോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് താല്പര്യം. അഫ്ള, ഫായിസ് എന്നിവർ സഹോദരങ്ങളാണ്.